ഹേ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഗൈസ് സമയം 1 മണിയായിട്ടുണ്ട്, കിടക്കാൻ ലേറ്റായി. ഗൈസ് നാളെ 17-ാം തീയതി ഇപ്പോൾ 17 ആയിട്ടുണ്ട്. എന്തായാലും നാളെ അർജൻറ്റീനയും അൾജേരിയയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് ഗൈസ് നാളെ ഫിഫ ലോകകപ്പിൽ നടക്കാൻ പോകുന്നത്. ഗൈസ് എന്തായാലും ഞാൻ അർജൻറ്റീന ഫാനല്ല, ഞാൻ ഒരു കട്ട പോർച്ചുഗൽ ഫാനാണ് ഗൈസ്, പറങ്കിപ്പട. പക്ഷേ അർജൻറ്റീനയുടെ കളി ഞാൻ എന്തായാലും കാണും ഗൈസ്. അർജൻറ്റീനയുടെ കളിയും ബ്രസീലിൻ്റെ കളിയും പോർച്ചുഗലിൻ്റെ കളിയും എന്തായാലും കാണും. ഇവരെ ഈ 3 ടീമിൻ്റെ കളി കാണാണ്ടൊക്കെ ഗംഗായില്ല ഗൈസ്, എന്താണെന്ന് അറിയില്ല. നാളെ അർജൻറ്റീന അൾജേരിയയാണ് ഗൈസ് മത്സരം. നമുക്ക് നാളെ രാവിലെ 6:30 കാണണം ഗൈസ്. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് ഇപ്പോൾ 6:30 എണീക്കുമെന്ന് പറയാൻ കഴിയില്ല. ഒരു 5:45 അലാറം വെച്ചിട്ടുണ്ട്, എണീക്കാൻ പറ്റി ഗൈസ്. എന്നാലും എണീച്ച നാളെ രാവിലെ ഞാൻ വീഡിയോ എടുക്കുക ഗൈസ്. പോയി കിടന്നുറങ്ങട്ടെ ഗൈസ്. ഭയങ്കര രക്ഷയാണ്. ലൈക്ക് ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഗൈസ്. ഇപ്പോൾ സമയം 12:40. നാളെ ഒരു എത്ര മണിക്ക് എണീക്കാൻ പറ്റുമെന്ന് അറിയില്ല. അലാറം വെച്ചിട്ടുണ്ട്, എണീക്കാൻ പറ്റി. അല്ലെങ്കിൽ കിടന്നുറങ്ങും. നാളത്തെ കളി മിസ് ചെയ്യും ഗൈസ്. രാവിലെ ആയിട്ട് കാണാം. ബൈ. ഗൈസ് അങ്ങനെ രാവിലെ ആയി ഗൈസ്. എന്തോ ഇതിൽ എനിക്ക് വേഗം എണീക്കാൻ പറ്റി. സമയം ഇപ്പോൾ 6:05 ഗൈസ്. 6:30 കളി തുടങ്ങും. ഒരു 5:45 ഉറക്കം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇങ്ങനെ കിടന്നു. ഗൈസ് ആര് ജയിക്കുമെന്ന് നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് അർജൻറ്റീന ജയിക്കും ഗൈസ്. അൾജേരിയ ഒരു ഗോളെങ്കിലും അടിക്കുമായിരിക്കും. നേർക്കാനൊക്കെ അറിയില്ല. നമുക്ക് കളി മലയാളം കമൻറ്ററി ഷൈജോട്ടനാണ് തോന്നുന്നു ഗൈസ്. നോക്കാം ഗൈസ്. ഞാൻ എണീക്കട്ടെ. കേരളത്തിലാണോ ഗൈസ്? നോക്കി 6:10. ഇപ്പോൾ 6:10 ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ടി വി വെച്ചിട്ടുണ്ട്. കളി ഇപ്പോൾ തുടങ്ങും ഗൈസ്. 6:20 6:30 കളി സ്റ്റാർട്ട് ആവുന്നുണ്ട് ഗൈസ്. വേൾഡ് കപ്പ് തുടങ്ങി. ഏതാ പോയാ ഗൈസ്? ഞാൻ അർജൻറ്റീനയല്ല സപ്പോർട്ട് ചെയ്യുന്നത്, അൾജേരിയനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അർജൻറ്റീന പോട്ടണം. ഞാൻ ബ്രസീലിൻ്റെ അർജൻറ്റീന കളി കാണും, പക്ഷെ ബ്രസീലിൻ്റെ അർജൻറ്റീനയും എതിരെ പോർച്ചുഗലെ കപ്പടിക്കുക ഗൈസ്. ഇപ്രാവശ്യം ഗൈസ്, ഞാൻ കുറേ നാളുകൾക്ക് ശേഷമായിട്ട് 6 മണിയെല്ലാം കാണുന്ന, രാവിലത്തെ 6 മണിയെല്ലാം കാണുന്ന കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ. എന്താ സുഖം ഗൈസ് രാവിലെ എണീക്കുമ്പോൾ. ഗൈസ് കളി ഇപ്പോൾ തുടങ്ങും. പോർച്ചുഗലും കോങ്കോ ഇന്ന് രാത്രി 10:30. ഇന്ന് നമ്മുടെ പോർച്ചുഗൽ കളത്തിലിറങ്ങും ഗൈസ്. കയ്യില്ല. 10:30 ഗൈസ് കളി, പോർച്ചുഗലും കോങ്കോ. റൊണാൾഡോ തൂക്കും. പിന്നെ തൂക്കാണ്ട് ഇതിന് പിന്നെ കളി തുടങ്ങട്ടെ. അന്നേരം പറയാം. ഗൈസ് മലയാളം കമൻട്രി ഷൈജേട്ടൻ്റെയും പിന്നെ സിജുചേട്ടനാണ്. ഇന്നൊരു പൊളിക്കും ഗൈസ്. ഞാൻ ഇവിടെ ഇരിക്കട്ടെ, അടുത്തിരുന്നിട്ട് കാണണം. എന്നാലേ ഒരു പവർ കിട്ടും. ഉയ്യോ, സെറ്റ്. അർജൻറ്റീന വേഴ്സസ് അൾജേരിയ. ഇതെന്താ എവിടെയെങ്കിലും നമ്പർ കാണിക്കുന്നതെന്നമ്മോ? അതെ കൊടുങ്കാറ്റാന്ന് ഇപ്പടെ വീശമ്മോ. ഏതാ ക്ലിയർ അല്ലേ? ഞാൻ കേരളത്തിലെ ഒരു ക്ലിയർ ഓർമ്മയായിരിക്കും. നല്ല ക്ലിയർ ഉണ്ടല്ലോ. ഓക്കെ, കിക്ക് ഓഫ് ആവട്ടെ. മെസ്സി എവിടെയെങ്കിലും ആയിട്ടുണ്ടാവും. കോപ്പി റൈറ്റ് അടിക്കുമോ എന്നൊക്കറിയേ? അങ്ങനെ അടിക്കില്ലെന്ന് തോന്നുന്നു ഗൈസ്. കമൻട്രി ബോക്സിൽ ഷൈജി തോമദറിനല്ല, ഷിയാസ് മുഹമ്മദും പ്രദീപുമാണ്. ഷൈജി തോമദർ രാത്രി ഉണ്ടാവുക. ഇപ്പം ഷിയാസ് മുഹമ്മദും പ്രദീപുമാണ്. അതെ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം ഗൈസ്. എപ്പോൾ ഉണ്ടായ കളി? 17. ഒരു ദിവസത്തിന് ശേഷം. ഇന്നലെ 6:30 എണീച്ച് അർജൻറ്റീനയും അൾജീരിയയും കളി കണ്ട് ഗൈസ്. 3-0 അർജൻറ്റീന ജയിച്ച് അൾജീരിയ തീർന്ന്. എന്താണ് ഗൈസ്? ഫസ്റ്റ് അൾജീരിയ ഒരു ഗോൾ അടിച്ച്, ഫസ്റ്റ് അർജൻറ്റീന മെസ്സി ഒരു ഗോൾ അടിച്ച്, അത് ഓഫ് സൈഡ് വിളിച്ച്. പിന്നെ അൾജീരിയ ഒരു ഗോൾ അടിച്ച്, അതും ഓഫ് സൈഡ് വിളിച്ച്.
ശരിക്കും പറഞ്ഞാൽ അത് രണ്ടും ഓഫ് സൈഡ് അല്ലെങ്കിൽ ശരിക്കും 4-1 ജയിക്കണ്ടാവും. അർജന്റീന 4 ഗോള്, അൾജീരിയ 1 ഗോളിൽ ജയിക്കണ്ടാവും, അല്ല തോക്കണ്ടാവും. പക്ഷേ അൾജീരിയൻ്റെ ഗോൾ ഓഫ് സൈഡായി, അർജന്റീന ആദ്യം അടിച്ച ഗോൾ ഓഫ് സൈഡായി ഗൈസ്. പിന്നെ ഇന്നലെ പോർച്ചുഗലിൻ്റെ കളി, ഇന്നലെ 6:30 അർജന്റീന അൾജീരിയ, ഇന്നലെ രാത്രി 10:30 പോർച്ചുഗലും ഡിയർ കോങ്കോ ഗൈസ്. പക്ഷേ ഞാൻ ഹാഫ് ടൈം വരെ കണ്ടിട്ട് പോർച്ചുഗലിൻ്റെ കളി. എന്ന് വെച്ചാൽ അപ്പൊക്കെ കറണ്ട് പോയിട്ട് പിന്നെ കാണേണ്ട അവസ്ഥ. പിന്നെ ഫോണിലാണെങ്കിൽ Z5 ഞാൻ റീചാർജ് ചെയ്തിട്ടില്ല, അതിനത്ര 799 ആയിട്ടുണ്ട്, റീചാർജും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് നേർക്ക് കാണാനും പറ്റില്ല. അതിൻ്റെ ഇന്ന് രാവിലെ എണീച്ചിട്ട് ഫുൾ ടൈം സ്കോർ നോക്കുമ്പോൾ 1-1 സമനില. ഞാൻ പോർച്ചുഗലിൻ്റെ നെവേഴ്സ് അടിക്കുന്ന ഗോൾ കണ്ടിന് 21-ാം മിനിറ്റിൽ, അല്ല 16-ാം മിനിറ്റിലായിട്ട് നെവേഴ്സ് അടിച്ചേ. പിന്നെ 45 മിനിറ്റ് അവാമൊങ്ങ് വിസ എന്ന് പറഞ്ഞ പ്ലെയർ അടിച്ച് കോങ്കോക്ക് വേണ്ടിയിട്ട് ഗൈസ്. അത് ഞാൻ കണ്ടില്ല, ആ ഗോൾ ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ കിടന്ന്, എന്ന് വെച്ചാൽ കറണ്ട് പോയിട്ട് പിന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഫോണിലാണ് Z5 സ്ട്രീമിംഗ് ആപ്പിൽ Z5 അത് ഫിഫ വേൾഡ് കപ്പ് ഉള്ളത്. അതിനകത്ത് ഞാൻ റീചാർജ് ചെയ്തിട്ടില്ല, 799 കൊടുക്കണം. റീചാർജ് ചെയ്യാത്തതുകൊണ്ട് TV-യിലാണ് കാണല്ലേ, കേരളത്തിൽ. കറണ്ടും പോയി പിന്നെ കാണാനും പറ്റില്ല. അങ്ങനെ പോർച്ചുഗലിൻ്റെ കളി ഇന്ന് ഞങ്ങൾക്ക് മൊത്തം കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ പോർച്ചുഗലിൻ്റെ കളി 22-ാം തീയതി തിങ്കളാഴ്ച ഉസ്ബെക്കിസ്ഥാൻ്റെ അപ്പുറം, എന്താ പേരാ, ഉസ്ബെക്കിസ്ഥാൻ്റെ അപ്പുറം കളി. പോർച്ചുഗലും പേര് പറയുന്നില്ല, പോർച്ചുഗലും അത് ഉസ്ബെക്കിസ്ഥാൻ്റെ എനിക്ക് കിട്ടൂല എന്നൊക്കെ പറയാൻ വേണ്ടി. അന്നേരം അത് 5 മണിക്ക് കളി, രാവിലെ 5 മണിക്ക്. അന്നേരം രാവിലെ 4 മണിക്ക് എണീച്ചിട്ട് ഇരിക്കേണ്ടി വരും കളി കാണാൻ. എന്തായാലും വേൾഡ് കപ്പ് തുടങ്ങി ഒരു വിജയത്തുടക്കം തന്നെയായിരുന്നു അർജൻറ്റീനേൻ്റെ. ഗൈസ് ഞാൻ പോർച്ചുഗൽ ഫാനാണെങ്കിലും മെസ്സി ഒരു പുപ്പുലി തന്നെയാണ് ഗൈസ്. വ്ളോഗ് എടുക്കുന്നുണ്ട് അങ്ങ് പോയി, അല്ലെങ്കിൽ അന്നീടെ വന്ന് എന്തെങ്കിലും പറയണ്ടേന്ന് അറിയാം അമ്മമ്മ. ഗൈസ് പിന്നെ ഞാൻ പോർച്ചുഗൽ ഫാനാണെങ്കിലും അർജൻറ്റീനയിൽ നമ്മൾ ലിയോ മെസ്സി ഒരു പുപ്പുലി തന്നെയാണ് ഗൈസ്. അതിപ്പോൾ ഏത് പോർച്ചുഗൽ ഫാൻസ് ആയാലും ബ്രസീൽ ഫാൻസ് ആയാലും അതറിയാം. ഞാനൊരു മെസ്സി ആരാധകൻ തന്നെയാണ് ഗൈസ്, പക്ഷേ റൊണാൾഡോ മെയിൻ ആരാധകൻ. അങ്ങനെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. എന്താ വന്നിട്ട് ഇങ്ങോട്ടൊക്കെ തന്നെ വന്നേ ഗൈസ്. അമ്മമ്മ എൻ്റെ പേര് പോർച്ചുഗലിൻ്റെ കളി കാണാൻ വേണ്ടി ഇരുന്നില്ല, പക്ഷേ കറണ്ട് പോയി അപ്പടാണ് എനിക്ക്. അടുത്ത 22-ാം തീയതി കളി പോർച്ചുഗലും ഉസ്ബെക്കിസ്ഥാനും. ഭയങ്കര പേര്. ഗൈസ് നമ്മളിപ്പോൾ മാറ്റി ഒരുങ്ങി നിൽക്കുന്നത് അറിയാലോ, ഞാൻ എപ്പോൾ പറയണ്ടല്ല, ഫിസിയോതെറാപ്പി അവിടെ പോവുക. അപ്പോൾ ഗൈസ് അത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അന്നേരം അടുത്തെന്തെങ്കിലും വ്ളോഗായിട്ട് വരും. എനിക്ക് വ്ളോഗ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഡിലേ വരുന്ന മടിയായതുകൊണ്ട് ഡിലേ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ വ്ളോഗ് കുറേ ചെയ്തേനെ ഗൈസ്. എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഇതൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിരിക്കും, അത് എത്ര ലെങ്ത് ഉണ്ടാവും എന്നറിയില്ല. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. ബൈ.